എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ വിനായകാഷ്ടകം എന്ന മഹത്തായ ഗണപതി സ്തോത്രകാവ്യത്തിലെ ശ്ലോകങ്ങൾ ഓരോന്നായി നമ്മൾ പഠിച്ചു വരികയായിരുന്നു. ഇന്ന് നമ്മൾ 8ാമത്തെ ശ്ലോകത്തിലേക്ക്, അതായത് വിനായകാഷ്ടകത്തിലെ അവസാനത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ശിവപ്രേമപിണ്ഡം പരം സ്വർണവർണം ലസദന്തഖണ്ഡം സദാനന്ദപൂർണം വിവർണപ്രഭാസ്യം ധൃതസ്വർണഭാണ്ഡം ചലച്ചാരുശുണ്ഡം ഭജേ ദന്തിതുണ്ഡം. ശിവപ്രേമപിണ്ഡം, ശിവൻ്റെ സ്നേഹം ശരീരം കൈക്കൊണ്ടിരിക്കുന്നവൻ. പരം, മായാതീതൻ. സ്വർണവർണം, സ്വർണത്തിൻ്റെ തിളക്കത്തോടു കൂടിയവൻ. ലസദന്തഖണ്ഡം, പ്രകാശിക്കുന്ന മുറിഞ്ഞ കൊമ്പോടു കൂടിയവൻ. സദാനന്ദപൂർണം, സദാ ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവൻ. വിവർണപ്രഭാസ്യം, വിശേഷപ്പെട്ട നിറത്തിൻ്റെ കാന്തി കലർന്ന മുഖത്തോടു കൂടിയവൻ. ധൃതസ്വർണഭാണ്ഡം, തുമ്പിക്കൈയിൽ പൊൻകലശം ധരിച്ചിരിക്കുന്നവൻ. ചലച്ചാരുശുണ്ഡം, ഇളകുന്ന മനോഹരമായ തുമ്പിക്കൈയുള്ളവൻ. ദന്തിതുണ്ഡം, ആനയുടെ മുഖമുള്ളവൻ. ഇങ്ങനെയുള്ള വിനായകനെ ഭജേ, ഞാൻ ഉപാസിക്കുന്നു. ശിവൻ്റെ സ്നേഹം ശരീരം കൈക്കൊണ്ടിരിക്കുന്നവനും മായാതീതനും സ്വർണത്തിൻ്റെ തിളക്കത്തോടു കൂടിയവനും പ്രകാശിക്കുന്ന മുറിഞ്ഞ കൊമ്പോടു കൂടിയവനും സദാ ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവനും വിശേഷപ്പെട്ട നിറത്തിൻ്റെ കാന്തി കലർന്ന മുഖത്തോടു കൂടിയവനും തുമ്പിക്കൈയിൽ പൊൻകലശം ധരിച്ചിരിക്കുന്നവനും ഇളകുന്ന മനോഹരമായ തുമ്പിക്കൈയുള്ളവനും ആനയുടെ മുഖമുള്ളവനുമായ വിനായകനെ ഞാൻ ഉപാസിക്കുന്നു. ശിവപ്രേമപിണ്ഡം പരം സ്വർണവർണം ലസദന്തഖണ്ഡം സദാനന്ദപൂർണം വിവർണപ്രഭാസ്യം ധൃതസ്വർണഭാണ്ഡം ചലച്ചാരുശുണ്ഡം ഭജേ ദന്തിതുണ്ഡം. ഭൗതികവും ആധ്യാത്മികവുമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ നീക്കം ചെയ്യാൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹാശിസ്സുകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം.